വെൽക്കം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചില ദിവസമൊക്കെ അരി വെള്ളത്തിലിടാനും ഒക്കെ മറക്കും. അപ്പോൾ നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാവും ആകെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റവ ഇഡ്ഡലിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവ പച്ച റവയാണ് എടുത്തിരിക്കുന്നത്, വറക്കാത്ത റവ. നമുക്ക് കടയിലൊക്കെ വറക്കാത്ത റവ കണ്ടിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അതുതന്നെ. പിന്നെ ആ പാത്രത്തിൽ തന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, അതും 1 കപ്പ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി ചേർക്കുക. നമുക്ക് ഏത് കപ്പിലാണ് നമ്മൾ റവ എടുത്തത്, ഏത് പാത്രത്തിലാണോ എടുത്തത് വെച്ചാൽ അതിൽ എടുത്താൽ മതി. ഈക്വൽ അളവിൽ തൈരും കൂടെ നമുക്ക് എടുക്കാം. നന്നായി ഇളക്കി കട്ട കെട്ടാതെ നമ്മൾ ഇതിൽ നന്നായി ഇളക്കി ചേർക്കണം. റവ അതിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ തൈരിൽ ഇത് നല്ലോണം കുതിരാൻ വേണ്ടി നല്ലോണം ഇളക്കുക, അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ അത് നമ്മളുടെ റവ തൈരിൽ നല്ലോണം ചേർന്ന് കഴിഞ്ഞു. ഉപ്പും എല്ലാം കൂടി മൂന്നും കൂടെ നല്ലോണം യോജിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഒരു കട്ടയൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റോളം ഇത് അടച്ച് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഉരുകി വരുന്ന സമയത്ത് കടുക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അത് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് മൂത്ത് വരുന്ന വരയ്ക്കൊന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ലോണം ഇളക്കി മൂത്ത് വരട്ടെ നമ്മുടെ ഉഴുന്നുപരിപ്പൊന്ന്. ഇനി നമുക്ക് ജീരകമാണ്, 1/4 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം മൂത്ത് വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പൊടിയാക്കി അരിഞ്ഞത് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് വേണ്ടത് ഇനി പച്ചമുളകാണ്. അപ്പോൾ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5-6 കാഷ്യൂ നട്ട് എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് മൂത്ത് വരുമ്പോൾ സ്വല്പം കറിവേപ്പില ഇട്ട് നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ 2 ക്യാരറ്റ് നന്നായി പൊടിയാക്കി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴറ്റി മൂത്ത പച്ചച്ചൊവ വിടുന്ന വരെ വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ നമ്മളുടെ റവയും തൈരും കൂടെ നന്നായി യോജിച്ച് കഴിഞ്ഞു. റവ കുതിർന്ന് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കായമാണ്. അപ്പോൾ കായം ഒരു 1/2 ടേബിൾ സ്പൂണോളം കായും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി ചേർക്കുക. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യത്തിന്, ഇഡ്ഡലിയുടെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി സ്വല്പം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയാണ് ആഡ് ചെയ്യണത്. കുറച്ച് മല്ലിയില എടുത്ത് നന്നായി പൊടിയാക്കി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് നല്ല കളർഫുള്ളായിട്ട്, ഇഡ്ഡലിയുടെ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് എടുക്കുക, കുറച്ച് എണ്ണ തൂവിയിട്ട് നമുക്ക് മാവ് ഒഴിച്ച് വയ്ക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇഡ്ഡലി ഒഴിച്ച് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ് ഇഡ്ഡലി. പിന്നെ പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അധികം പച്ചമുളക് പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പച്ചമുളക് ഇല്ലാതെ തന്നെ ക്യാരറ്റും കാഷ്യൂ നട്ടൊക്കെ ഇട്ടാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാനിൽ വെള്ളം വെച്ച് ചൂടായി വരുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മളെപ്പോഴും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി വെന്തോ നോക്കാം. സാധാരണമാതിരി തന്നെ നമ്മൾ കുത്തി നോക്കുക. ഇതുകൊണ്ടൊക്കെ എന്തുകൊണ്ട് ഒരു ഇർക്കലി എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ ഇഡ്ഡലി നമ്മൾ പിടിക്കണമെങ്കിൽ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇഡ്ഡലി വാങ്ങിയെടുക്കാം. വാങ്ങണതിൻ്റെ മുമ്പ് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി സ്വല്പം ഇഡ്ഡലി തട്ടിൻ്റെ ബാക്കിലൊന്ന് നനച്ച് കൊടുത്താൽ മതി. പൈപ്പിൻ്റെ അടിയിൽ പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി അതിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞു. ഇത് ഹെൽത്തിയാണ്. എന്താ വെച്ചാൽ ക്യാരറ്റും കാഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും രാവിലെ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഈ റവ ഇഡ്ഡലി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.